ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എവറിത്തിങ് വിത്ത് ബേബി. ഹായ്ക്കോട്ടെ നാട്ടിൽ വന്നതിന് ശേഷം ഭയങ്കര ക്ലിങ്ങിയാണ്. മമ്മ എന്ന് വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് നിന്ന് പോകുന്നില്ല. അപ്പം ഇന്ന് നമ്മൾ വീഡിയോയുടെ സ്പെഷ്യൽ എന്താണ്? ഇന്ന് ഉത്രാടമാണ്. നമ്മൾ രാവിലെ ഇട്ട പൂക്കളൊക്കെ ഇവിടെ ഉണ്ട്. ഇന്ന് ഉത്രാടത്തിന് 2 പൂക്കളം ഇടുന്നതാണ്. അതുകൊണ്ട് നമ്മളൊരു വലിയ പൂക്കളവും ഒരു കുട്ടി പൂക്കളവും ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ പരിപാടികളൊന്നും കാര്യമായിട്ട് റെഡി ആയിട്ടില്ല നാളത്തേക്കുള്ളത്. നാളത്തേക്ക് നമുക്ക് എന്താ ഓണത്തപ്പനെയൊക്കെ റെഡിയാക്കാനുണ്ട്. പിന്നെ അമ്മ ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിയലിനുള്ളതും സാമ്പാറിനുള്ളതൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഹായ്ക്കുട്ടിന് ഫുഡ് കൊടുക്കണം. ഹായ് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നമ്മളെങ്ങും പോകുന്നില്ലല്ലോ. അപ്പം നമ്മൾ ഓർത്തു എന്നാൽ ചെറിയൊരു വീഡിയോ ആയിട്ട് എടുക്കാൻ. നമുക്ക് നമ്മുടെ ഓണാഘോഷം എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം വെൽക്കം ടു അവർ വീഡിയോ. ഗീതു പറഞ്ഞ പോലെ അമ്മ ഇവിടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന് അവിയലിനുള്ള കഷ്ണങ്ങളാണ് അമ്മേ? അതെ, അവിയലിനുള്ളതാണ്. അവിയലിനുള്ളത് നമ്മുടെ പയറുണ്ട്, ക്യാരറ്റ് ഉണ്ട്, കുമ്പളങ്ങയുണ്ട്, കായ, പടവലങ്ങ, പിന്നെ ചേന. ഇത് ചേനയല്ലേ? അത് ചേന. ഇതെല്ലാം കൂടെ കൂട്ടിയുള്ള അവിയലാണ് നമ്മൾ ഓണത്തിന് കഴിക്കാൻ പോകുന്നത്. അമ്മ അങ്ങനെ ബിസിയാണ്. നമ്മൾ ഇന്ന് എത്ര കറി ഉണ്ടാക്കുന്നുണ്ട്? ഇപ്പൊ നമ്മൾ ഇന്ന് എല്ലാം അരിഞ്ഞു എടുത്ത് വെക്കുന്നുള്ളൂ. നാളെ രാവിലെയാണ് ഉണ്ടാക്കുന്നത്. അവിയലും സാമ്പാറും തോരനും ഓലൻ ഉണ്ടാക്കുന്നത്. ഇപ്പൊ നാരങ്ങ, ഇഞ്ചി, മാങ്ങ, പച്ചടി, കാളൻ ഇത്രയും റെഡി ആയിട്ടുണ്ട്. ബാക്കി നാളെ ഉണ്ടാക്കും. നാളെ ടോട്ടൽ ഇപ്പോൾ 5 കറി ഉണ്ടാക്കുന്നുണ്ട്. 3 കറി ഉണ്ടാക്കി 4 കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ടോട്ടൽ 5 കറിയെങ്കിലും ഉണ്ടാക്കണം രാവിലെ. ഡാഡയും മോളും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹായ്ക്കോട്ടം ഭയങ്കര അലമ്പായിട്ടൊന്നും കഴിക്കുന്നില്ല. ലാസ്റ്റ് ഞാനൊരു പപ്പടം എടുത്ത് കൊടുത്തു. അത് അവള് കഴിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതേ അമ്മ കായ വറക്കാൻ പോവാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാ. അതെ, കായ വറക്കാൻ പോവാണ്. ഇതാ നൈസായിട്ട് അരിഞ്ഞതാണോ? അതെ, അതാണ് ആദ്യത്തെ. അപ്പൊ ഉപ്പും മഞ്ഞപ്പൊടിയും ഒന്നും ചേർത്തില്ല? ചേർക്കാം. അതിപ്പോ ഗ്ലാസ്സിൽ ഇത്തിരി വെള്ളത്തിൽ കലക്കിട്ട് ഒഴിക്കും അല്ലേ? അതെ, കുറച്ച് മൂപ്പായി കഴിയുമ്പോൾ ഒഴിക്കും. മഞ്ഞൾ വെള്ളത്തിൽ കഴുകിയതാണ് കായ. എന്നാലും ഇച്ചിരി ഉപ്പും മഞ്ഞളും കൂടി കലക്കി ഉപ്പ് വെള്ളം തളിക്കും. പിന്നെ മൂപ്പ് കുറച്ചായി കഴിഞ്ഞിട്ട്. അമ്മ വേറെ ചികിടയൊക്കെ ഉണ്ടാക്കില്ലായിരുന്നു? ചികിട ഉണ്ടാക്കിയില്ലല്ലോ. സാരമില്ല, നമ്മളിപ്പം കായ വറക്കുന്നുണ്ടല്ലോ. പകരം നുറുക്കുണ്ടാക്കി. പക്ഷെ നമ്മൾ ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാറ് അങ്ങനെയാണെങ്കിലും ഉണ്ടാക്കാൻ പൊടിയിരിപ്പുണ്ട്. അത് വേണ്ട, ഉരുട്ടുമൊക്കെ വേണ്ട. ഉരുട്ട് തന്നാൽ നിങ്ങൾ. അയ്യോ വേണ്ട, ഞങ്ങക്ക് മടിയാ. അപ്പൊ ഞാൻ ഇവിടെ കിച്ചണിൽ കയറി ഇരിക്കുകയാണ്. ഈ വീട് പണിതിട്ട് ആദ്യത്തെ ഓണാണ് കേട്ടോ എൻ്റെ ഇവിടെ നാട്ടില്. അപ്പൊ ഇതിനു മുമ്പ് ഞങ്ങൾ കൊച്ചു വീട്ടിലായിരുന്നു. അവിടെ ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു അല്ലേ? അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകും. അമ്മയുടെ വീട്ടില് പറൂര് അവിടെയൊക്കെ പോകും. അപ്പൊ അതേ ഉപ്പൊക്കെ തളിച്ച് അമ്മ കായ വറുത്ത് കോരാൻ പോവാ അല്ലേ? ഇപ്പൊ വറുത്ത് കോരുമോ അതോ ഇച്ചിരി കൂടി ഇളക്കണം? ചുമന്ന് വരാം. നല്ലോണം മൂപ്പായി കഴിയുമ്പോൾ അതോ ഒരു 3/4 ഭാഗം മൂപ്പായി കഴിയുമ്പോൾ ഉപ്പൊഴിച്ച് എന്നിട്ട് ഇതേ വറുത്ത് കോരും. ഇനി നമുക്ക് തൃക്കാക്കരപ്പനൊക്കെ വെക്കണ്ടേ? തൃക്കാക്കരപ്പന വെക്കണം, അരിമാവ് അണിയണം, കോല ഇടണം, പിന്നെ തറ ശരിയാക്കിയിട്ട് പൂവട ഇപ്പൊ ഉണ്ടാക്കുമോ? രാത്രി ഉണ്ടാക്കി വെക്കണം. ഇതെല്ലാം കഴിഞ്ഞാൽ അവിടെ ഇലയൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കണു അമ്മ. ഇനി അരിപ്പൊടി എടുത്ത് കുഴയ്ക്കണം. ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തിട്ട് ഇത്തിരി തേങ്ങയും ജീരകമൊക്കെ ഇട്ട് ഇളക്കണം. ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് നമ്മൾ 10:45 പരിപാടി എല്ലാം തുടങ്ങുന്നത്. അതിനെല്ലാം നമ്മൾ കിടത്തി ഉറക്കിയത്. നമ്മുടെ തൃക്കാക്കരപ്പനൊക്കെ റെഡിയാണ്. ഇത് നമ്മുടെ പൊന്നൂസ് അരിമാവ് എടുത്തിട്ട് തൃക്കാക്കരപ്പന്, അതായത് നമ്മുടെ ഓണത്തപ്പന് ഡിസൈനൊക്കെ ഇട്ടോണ്ടിരിക്കുകയാണ്, പൊട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ പറഞ്ഞതാണ് അരിമാവ് അണിയുന്നു എന്നാട്ടോ അതിന് പറയുന്നത്. അത് ചെയ്തോണ്ടിരിക്കുക പൊന്നൂസ്. അതായത് ഞാൻ ലാസ്റ്റ് നാട്ടിൽ ആഘോഷിക്കുന്നവരെ നമ്മളത് മണ്ണ് കൊണ്ടൊക്കെ ആട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം എല്ലാം റെഡിമെയ്ഡാണ് നമ്മൾ മേടിക്കുന്നത്. മണ്ണൊന്നും എടുക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് നമ്മളെല്ലാം വാങ്ങിച്ചു. ഉരുളൊക്കെ ഉണ്ട് കേട്ടോ, ക്യൂട്ടാണ്. പല ഡിസൈനിൽ ഇടാന്നാണ് ഇവര് പറയുന്നത്. ഞാൻ വെറുതെ കുത്തി പോവാണ്. ഞാനിടുന്നതും ഇവരിടുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ.
അതെ, നമ്മുടെ സുന്ദരിയായ ചേച്ചി കോലം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മണ്ണ് തറ ഇല്ലാത്തതുകൊണ്ട് കാർ പാർക്കിലിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ആദ്യം ചാണകം മെഴുകിയിട്ട് അതിൻ്റെ മേളിൽ കോലം ഇടുക, എന്നിട്ട് ചുറ്റിനും ഇഷ്ടി വയ്ക്കുക അല്ലേ? അങ്ങനെയാണോ? അതോ തറ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേളിലാണ് നമ്മൾ ഓണത്തപ്പന് വെക്കാൻ പോകുന്നത്. ഇല വെക്കണ്ടേ? ഓക്കെ, നമ്മൾ ചെറിയ ഇഷ്ടികയൊക്കെ വെച്ചിട്ട് തറ കെട്ടി എന്നിട്ട് ഇല വെച്ച് കിഴക്കോട്ടായിട്ട്. നമ്മളിത് തമാശക്ക് പറയുന്ന പോലെ അല്ല, നമ്മളിത് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. എന്താ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മള് ഫസ്റ്റ് തുമ്പപ്പൂവൊക്കെ രാവിലെ ഉണ്ട് നമ്മള് മാവേലി വന്നിട്ട് വരവേൽക്കുമ്പോഴാണ് തുമ്പപ്പൂവൊക്കെ. സമൂഹത്തിന് നടുക്ക് ഈ തൃക്കാക്കരപ്പന വെക്കണം. ഇത് ഇരിക്കൂലെന്ന് തോന്നുന്നു. അത് ഏകദേശം ഇങ്ങനെ വെക്കാം. അതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഈ തറ കെട്ടാൻ പറ്റാത്തതുകൊണ്ടാണ് പ്രശ്നം. ഇപ്പൊ നമ്മൾ വെക്കുന്നല്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടിട്ട് വെച്ച് നോക്കുന്നത്. നാളെ രാവിലെയാണ് നമ്മൾ തൃക്കാക്കരപ്പനെ നടുക്ക് വെക്കാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മൾ ജസ്റ്റ് വെച്ച് നോക്കുന്ന, കാരണം നമുക്ക് തറയില്ല, ഇഷ്ടികയാണ്. അപ്പൊ അതുകൊണ്ട് അത് ചാടി പോകുമെന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മൾ ജസ്റ്റ് വെച്ച് നോക്കുന്നേ ഉള്ളൂ. അതെ, നമ്മൾ തൃക്കാക്കരപ്പനെയൊക്കെ അണിയിച്ചൊരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തറയ്ക്ക് പകരം നമ്മൾ ഇഷ്ടികയൊക്കെ വെച്ച് അതിൻ്റെ മേളിൽ കോലവും ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഇത് വാതിൽ പോലെ വെച്ചതൊക്കെ നമ്മൾ അല്ലേ? അപ്പോൾ ഇത് ഒരു ചെറിയൊരു വാതിൽ പോലെ നമ്മൾ വെച്ചിരിക്കുന്ന. ഇത് നാളെ രാവിലെയാണ് നമ്മൾ ഓണത്തപ്പനെയും എല്ലാം വെക്കുന്നത്. അപ്പോൾ പുറത്തും നമ്മൾ വാതിൽക്കൽ ഒരെണ്ണം വെക്കും, പിന്നെ അകത്തും ഒരെണ്ണം. വെള്ളം കൂടിപ്പോയി, അത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇച്ചിരി ഉണങ്ങി കഴിയുമ്പോൾ ശരിയായിക്കോളായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഒരെണ്ണം വെക്കും, അതുപോലെ തന്നെ ഗേറ്റിൻ്റെ അവിടെയും ഒരെണ്ണം വെക്കും. എന്ന് വെച്ചാൽ നമ്മൾ എതിരേറ്റ് കൊണ്ടുവന്ന് വീട്ടിലേക്ക് കയറ്റുന്നു എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മളതെല്ലാം ചെയ്യുന്നത്. ഇത്രയൊക്കെയുള്ള പരിപാടി. ഇപ്പം തന്നെ ഒത്തിരി ലേറ്റായി. പിന്നെ നാളെ രാവിലെ നമുക്കിതിന് വെക്കാനായിട്ടുള്ള പൂവട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. ആ പൂവട ഉണ്ടാക്കുന്നത് അമ്മയുടെ അടുത്ത് പോയിട്ട് നമുക്കൊന്ന് കാണാം. എന്നിട്ട് ബാക്കിയുള്ള വീഡിയോസ് എല്ലാം നമുക്ക് രാവിലെ മുതലുള്ളത്. പിന്നെ ഇപ്പോൾ വാഴയിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അട ഉണ്ടാക്കാനായിട്ട്. അപ്പം നമ്മളിന്ന് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് അടയല്ലേ? അതെ അതെ അതെ. അപ്പൊ അരി കൊണ്ടുള്ള പഴം പുഴുങ്ങിയതും. അപ്പൊ അരി കൊണ്ടുള്ള അടയാണേ. ഇതിന്ന് നമ്മള് മാവേലിക്ക് ശർക്കര ഇല്ലാതെ തുമ്പപ്പൂ ഉള്ളിൽ വെച്ച് ഈ തേങ്ങയും ഉള്ളിൽ വെച്ച് അടയുണ്ടാക്കും. എന്നിട്ട് നമ്മൾ അത് അവിടെ വെക്കും. പടിക്കലും വെക്കും, ഇവിടെ വെക്കും, നടക്കലും വെക്കും. അത് പൂവട എന്നാട്ടോ ഞങ്ങൾ പറയാ. അപ്പൊ അത് നമ്മൾ ഉണ്ടാക്കും. അതിന്റെ കൂട്ടത്തിൽ സെപ്പറേറ്റ് നമുക്കുള്ള അടയും ഉണ്ടാക്കും. ഇത്രയും നമ്മൾ ചെയ്തു വെക്കും ഇന്നത്തെ ദിവസം. ബാക്കിയൊക്കെ നാളെയാണ് അല്ലേ? നാളെ രാവിലെ ബാക്കിയെല്ലാം നാളെ. അവിയലിനുള്ളത് നമ്മളിപ്പോ വേവിച്ച് വെക്കുന്നുണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് അമ്മ നന്നായിട്ട് മടുത്തു. അതെ, അത് ഈ അടയ്ക്ക ഉള്ളിൽ വെക്കാനുള്ള ശർക്കരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഹായ്ക്കുട്ടൻ എഴുന്നേറ്റു. എനിക്കാണെങ്കിൽ പനി പിടിച്ചു, സൗണ്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹായ്ക്ക് നല്ല വാശിയായിരുന്നു. ആള് കുറഞ്ഞിട്ടുണ്ട്. 11:30 നമുക്ക് പോയി കിടക്കാം. കാരണം രാവിലെ നമുക്ക് എണീക്കണം. അടയാണ്, മാവേലിക്കുള്ള അടയാണ്. ആദ്യത്തെ അട നമ്മുടെ മാവേലിക്ക് പോയി. മാവേലിക്കാണ്. മോളിട്ടോണ്ട് കുറച്ച് ആറപ്പോ വിളിക്ക. ആറപ്പോ ഇറേ ഇറേ, ആറപ്പോ ഇറേ ഇറേ, ആറപ്പോ ഇറേ ഇറേ, ആറപ്പോ ഇറേ ഇറേ, ആറപ്പോ ആറപ്പോ. അതിലേറ്റ് കൊണ്ടുവന്ന് ഇതാണ് ഇട്ടോന്നല്ലോ. ആർപ്പോ ഇറോ ഇറോ, ആർപ്പോ ഇറോ ഇറോ, ആർപ്പോ ഇറേ ഇറേ, ആർപ്പോ ഇറേ ഇറേ. ഇനി അവിടെ ഇടാം. അടുത്ത് ഇവിടെ ഇടുവാണ്, തുമ്പ ഇടുവാണ്. ആർപ്പോ ഇറേ ഇറേ, ആർപ്പോ ഇറേ ഇറേ. അവിടെ കുറച്ചാണ് ഇട്ടുള്ളൂ പഠിക്കാൻ. കുറച്ച് മതി അവിടെ. ആറപ്പോ ഇറേ ഇറേ, ആർപ്പോ വിളിക്കടി പിള്ളേരെ.
ആർപ്പോന്ന ആർപ്പോ അടിക്കുന്ന എഴുന്നേറ്റ് എതിരേറ്റ് വീടിനകത്ത് കയറ്റി ഇരുത്തേക്കുവാണ്. ആർപ്പോ 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 ആ വലിയ കിണ്ടിയും എടുത്തുകൊണ്ടപ്പം മറന്നുമില്ലേ, വെള്ളം വെച്ചില്ല. ആർപ്പോ ക്ലാസ്സിൽ വെച്ചാലും മതി. ഇനിയിപ്പോൾ അവിടെ പൊട്ടിച്ച് അവിടെ പകുതി വെച്ചു, പകുതി ഇവിടെ വെച്ചു. അവിടെ ഇവിടെ മൂടിപ്പോയോ? ഇവിടെയുണ്ട് കട കവർത്തത് ശർക്കര എല്ലാം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കാണൂല. അങ്ങനെ മാവേലിനെ വെച്ച് വീട്ടിലിരുത്തി. മാവേലിനെ വലവേറ്റ് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി. അമ്മയാണ് ടോണം കൊണ്ടത്, ഞങ്ങളെല്ലാം നോക്കി നിൽക്കുമായിരുന്നു. കാരണം എനിക്ക് പനിയായിപ്പോയി, അപ്പോൾ അതുകൊണ്ട് കുളിക്കാനൊന്നും പറ്റില്ല. ചേച്ചി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വന്നിട്ടുണ്ട്. പൊന്നൂസ് വിളിച്ചില്ലല്ലോ നമ്മള്. അപ്പോൾ ശരിക്കും നമ്മളിങ്ങനെയൊന്നല്ല പ്ലാൻ ചെയ്തത്. പക്ഷെ എല്ലാവരും ഭയങ്കര ടയർഡായിപ്പോയി. അങ്ങനെയൊക്കെ ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മറന്നുപോയി. പിന്നെ ഹായ്ക്കുട്ടനുള്ളപ്പം ഭയങ്കര പാടാണ് നമുക്കെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിക്കാനായിട്ട്. എന്താണേലും നമ്മൾ കുരുത്തോലയുടെ കാര്യമൊക്കെ മറന്നുപോയി കേട്ടോ. അപ്പം ആർപ്പോ ഇറോ ആണോ ആർപ്പോ ഇറിയാണോ എന്തോ മറന്നുപോയി. അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. ചില ആൾക്കാർ ഇറോ എന്ന് വിളിക്കും, ചില ആൾക്കാർ ഇറയെന്ന് വിളിക്കും അല്ലേ അമ്മ? അപ്പം അത് കാരണം നമ്മൾ രണ്ടും വിളിച്ചു. നല്ല ഉച്ചയ്ക്ക് വിളിക്കണം. പണ്ടൊക്കെ പക്ഷെ നമ്മളൊക്കെ ചെറുതായിരുന്നപ്പം രാവിലെ ആകുമ്പോൾ സൗണ്ട് കേൾക്കാം. ഇത് ആർപ്പ് വിളിക്കുന്നതിന്റെ സൗണ്ട് കേൾക്കാം. പക്ഷെ ഇവിടെ ഒന്നും നമ്മളിപ്പോ ഒന്നും തന്നെ കേട്ടിട്ടില്ല. അമ്മ അന്ന് അടപ്രഥമൻ ഉണ്ടാക്കും. അമ്മനെ അട വേവിച്ചെടുത്തു. അത് കഴുകണം. കഴുകി പശ കളഞ്ഞിട്ട് ശർക്കര പാനിയിലേക്ക് ഇട്ട് വരട്ടണം. നമ്മളെ ഉണ്ടാക്കിയ അടയാണോ? അല്ല, കടയിൽ നിന്ന് വാങ്ങിച്ചാണല്ലേ. എന്നിട്ട് ഇത് ശർക്കര പാനിയിലേക്ക് ഇട്ട് ഇളക്കണം. ഇളക്കി ഒന്ന് വരട്ടിയിട്ട് രണ്ടാം പാലൊഴിച്ച് പിന്നെ ഇളക്കി കൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് വറ്റി കഴിയുമ്പോൾ തലപ്പാലൊഴിച്ച് ഏലക്ക, ജീരകം അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചിട്ടിട്ട് ചുക്കും ജീരകവും വേണമെങ്കിൽ അതും പൊടിച്ചിടാം. എന്നിട്ട് തലപ്പാലൊഴിച്ച് വാങ്ങണം. വേറെ എന്തൊക്കെ പായസം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്? വേറെ സേമിയ ഉണ്ടാക്കുന്നുണ്ട്. സേമിയ അടപ്രഥമനാണ് ഓണം സ്പെഷ്യൽ അല്ലേ? അതെ, അതാണ് ഓണം സ്പെഷ്യൽ. ഞാൻ എല്ലാ തവണയും പരിപ്പാണ് ഇടുന്നത്. ഇത്തവണ എൻ്റെ മോന് അടപ്രഥമൻ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അട ഉണ്ടാക്കുക. രാവിലെ ഓണം കൊണ്ടുപോയിട്ട് ഞാൻ കുറച്ചേരം പോയി കിടന്നു. അത് നല്ല ജലദോഷവും ചുമയൊക്കെ ആയിരുന്നു. അപ്പം അമ്മയുടെ അടുത്ത് നീ പായസം ഒക്കെ എടുക്കാൻ നേരത്ത് പോയെന്ന് അമ്മ പറഞ്ഞു. അപ്പം നമ്മൾ ചെറിയൊരു പൂക്കളം കൂടി ഇടാൻ നിർത്തി. കാരണം ഹായ്ക്കുട്ടനും പൊന്നൂസൊക്കെ ഉള്ളതുകൊണ്ട് അവരെയൊക്കെ നിർത്തി നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ കുറച്ച് പൂവിടെ ഉണ്ട്, ബാക്കി നമുക്ക് മുറ്റത്തുനിന്ന് തന്നെ പറിക്കാം കേട്ടോ. അപ്പോൾ ഇത് പാടത്തിൻ്റെ അരികായതുകൊണ്ട് ഇവിടെ നിറച്ച് തുമ്പയുണ്ട്. ഇതൊക്കെ തുമ്പയാണ്, ഇതും തുമ്പയാണ്. അത് അവിടെ നിൽക്കുന്നുണ്ട്. അത് ഇച്ചിരി വാടിപ്പോയി. പക്ഷെ നമ്മൾ ഇന്നലെ വേണ്ട തുമ്പകളൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ പറിച്ചത്. അപ്പോൾ ഇതെല്ലാം തുമ്പകളാണ്. തുമ്പ കാണാനില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് നിറച്ച് ഇതൊക്കെ തുമ്പയാണ്. ഈ പൂ പറിച്ചിട്ടാണ് രാവിലെ അമ്മ നമ്മുടെ അപ്പം അട പൂവട ഉണ്ടാക്കിയത്. പൊന്നൂസ് ഞാൻ പച്ചയ്ക്ക് ഇവിടുത്തെ പച്ചയില തന്നെ പറിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടതാണ്. നമുക്ക് എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. ഇതല്ലേ അമ്മ ഇന്നലെ കട്ട് ചെയ്തത് അല്ലേ? ഇത് നമുക്ക് പറിച്ചെടുക്കാം. എന്ത് ചെടിയാണെന്നറിയോ? ഇത് ചുമ്മാ നമ്മുടെ ഇലയാണ്. അപ്പം പച്ച കളറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓർത്ത് ഇത് അരിഞ്ഞിടാം. എന്തെങ്കിലുമൊക്കെ പേര് ഇതിനുണ്ടെന്ന് അറിയാവുന്നവർ കമന്റ് ചെയ്യുക താഴെ. ഞങ്ങൾ ഇലച്ചെടി എന്ന് വിളിക്കാം. ഇതെന്റെ മാസ്റ്റർ പീസ് പൂക്കളാണ് കേട്ടോ. എപ്പോഴൊക്കെ എനിക്ക് സിമ്പിളായിട്ട് പൂക്കളം ഇടണം, ഫാസ്റ്റായിട്ട് ഇടണം എന്ന് തോന്നുമ്പം ഇടുന്ന ഡിസൈനാണിത്. ആരും കോപ്പി അടിക്കരുത്. നമുക്ക് മഞ്ഞയും പച്ചയും ഓറഞ്ചും ഉള്ള പൂക്കളാണ് കേട്ടോ ഇന്ന്. അതെ,
ഒരാളോട് പൂ അരിഞ്ഞു വെക്കാൻ പറഞ്ഞു, അവൻ ചുമ്മാ ജസ്റ്റ് തോണ്ടി വെച്ചിട്ട് പോയി. അത് മര്യാദയ്ക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള പൂ അരിയല്ലേ? എന്താണ് കുഴപ്പം? ഇപ്പൊ കുഴപ്പമുണ്ടോ? അപ്പൊ കുഴപ്പമില്ലല്ലോ, ഡിസൈൻ ഓക്കെ ആയിട്ട് വരുന്നില്ലേ? പൊന്നു, ഇതുപോലെ ആയിരുന്നു നിന്റെ സ്കൂളിലെ പൂക്കളം അല്ലേ? റൗണ്ട്. ഇത് റൗണ്ടല്ലേ ആകാൻ പോകുന്ന അവസാനം നമ്മൾ റൗണ്ട് ആക്കും. ഇല വെട്ടാറിറങ്ങുന്നതാട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇല വെട്ടി. ഇവിടെ അത്രയും വലിയ ഇല എടുത്ത് നമുക്ക് രണ്ടാക്കാനാണോ? അല്ല, ഒരെണ്ണം. ഇത് ഉണങ്ങിയതാ, ഫ്രഷ് ഇല വേണം. ഗീതു അങ്ങനെ ഇല വെട്ടുവാണല്ലേ? എനിക്ക് ഇല വെട്ടാൻ അവൻ വെട്ടുന്നുണ്ട്. താഴെ പോയി. കുഴപ്പമില്ല, അവൻ വെട്ടുന്നുണ്ടപ്പോ എനിക്ക് കൊതിയായി. അങ്ങനെ ഞാനൊരു ഇല വെട്ടി. ഇച്ചിരി കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇത്തവണ ഫ്രഷ് ഇല അല്ലേ? എനിക്ക് തോന്നുന്നൊരു 10 വർഷമായിട്ട് നമ്മൾ ഫ്രഷ് ഇല ഇതുപോലെ വെട്ടി കഴിച്ചിട്ടില്ല. വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം തൂസനെല്ലാം കിട്ടി കേട്ടോ. സാധാരണ നമുക്ക് ഒരു ഇലയും സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന ഇലകളാണ് കിട്ടാറുള്ളത്. ഇവിടെ ബട്ടർഫ്ലൈ ഒക്കെ പറന്ന് നടപ്പുണ്ട്. നമ്മളങ്ങനെ ഇല റെഡി. ഇനി ഫുഡും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ ഇനി ഫുഡ് റെഡി ആക്കണം. ഫുഡ് ഏകദേശം എല്ലാം സെറ്റായി. ഇനിയൊന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് സെറ്റ് സാരി എടുക്കണം, മുണ്ട് എടുക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ പപ്പടം കാച്ചുവാണ്. പായസമെല്ലാം റെഡിയായി, റെഡിയായി. പപ്പടം കാച്ചിയാൽ മതി. അതുകൊണ്ട് കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. കോംപ്ലിക്കുന്നില്ല, ഇപ്പോൾ കോംപ്ലിക്കാൻ തുടങ്ങി കേട്ടോ. ആദ്യം പല സൈസ് പപ്പടം, ഇപ്പോഴത്തെ പപ്പടത്തിനൊക്കെ മായം. അതേ നമ്മൾ പൂക്കളൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ട് ഫോട്ടോഷൂട്ടിംഗ് ആണ് കേട്ടോ. അതേ അമ്മയും അപ്പയൊക്കെ വന്നു. ഹായ്ക്കുട്ടൻ്റെ പട്ടുവഴം ബ്ലൗസൊക്കെ ഇട്ട് സുന്ദരിയായിട്ടുണ്ട്. ഹായ്ക്കുട്ട ഹാൻഡ്സ് അപ്പ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. പായസം, പഴം, പിന്നെ നമ്മുടെ കിച്ചടി, ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് എല്ലാവർക്കും വിശന്ന് തുടങ്ങി. ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് താഴത്തും കുറച്ച് പേര് മേളിലും ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. കിളമ്പി കഴിഞ്ഞപ്പോൾ എല്ലാവരും കഴിക്കാൻ നേരത്ത് നമുക്ക് കാണാം. അങ്ങനെ ഇതാണ് അവസാനം നമ്മുടെ ഇലയിൽ ഇത്രയും കൂട്ടം കറികളൊക്കെ കൂട്ടിയാണ് നമ്മൾ ഓണസദ്യ കഴിക്കാൻ പോകുന്നത്. ഇത് ഹായുടെയാണ്. എന്നാ ഇത് വഴി വാ, വായോ. ആ പോരട്ടെ. ഗുഡ് ജോബ്. നീ ഇവിടെ ഇരുന്നേ ഹായ്ക്കുട്ടൻ. ഹായ്ക്കുട്ട ഓണസദ്യ കഴിക്കുവാനോ ഇരുന്ന് കഴിക്കുകയാണ്. ഇനി കഴിച്ചിട്ടുള്ള വർത്താനല്ലേ. ഹായ അമ്മ കഴിക്ക്. പപ്പടം എങ്ങനെയാ കടിക്കുന്നേ? വല്യമ്മയുടെ ഇലയിലെ പപ്പടം എടുക്കാൻ വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. എവിടെ പോവാ? എല്ലാ ഇലയിലേയും പപ്പടം തപ്പാൻ വന്ന കേട്ടോ. സദ്യയൊക്കെ കഴിച്ചു. നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും ഓണത്തിന് ടൈം ആകുമ്പോൾ നമുക്ക് ഭയങ്കര തിരക്കായി പോകും. അപ്പം അതുകൊണ്ട് എന്താ അല്ലേ, വിശന്ന് തുടങ്ങിയ ആൾക്കാർക്ക്. അപ്പം നമ്മൾ ഭയങ്കര സ്പീഡിന് കിളമ്പി. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി. ഓണം ഇത്തവണ കഴിഞ്ഞ വർഷത്തെക്കാളും നൊസ്റ്റാൾജിക് ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആഘോഷിക്കാൻ പറ്റി. എനിക്ക് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയില്ല. പക്ഷെ കുഴപ്പമില്ല, ബാക്കിയെല്ലാം ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇന്ന് രാവിലെ ഉള്ള സംഭവം വരെ നമ്മളെ ഇല പോയി വെട്ടി. അതൊക്കെ നല്ല, കാരണം 13 വർഷത്തിന് ശേഷം ഇല വെട്ടി ഫ്രഷ് ഇലയിൽ കഴിക്കുന്നത്. ഫ്രഷ് ഇല മീൻസ് നമ്മൾ വെട്ടിക്കൊണ്ട് വന്ന ഇല, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇലയായിരുന്നു ഇതിന് മുമ്പ്. ഒരു ഫോട്ടോ എന്തായാലും സാരി കഴിക്കുന്നതിന് മുമ്പ്, സാരിയില്ല സെറ്റിൽമെന്റ് ആയിരുന്നു, കഴിക്കുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നേ കൊണ്ട് വന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് ഇനി. അപ്പം ഇത് ഓക്കെ. അപ്പം ഞങ്ങൾ കാണിച്ചു തന്ന വിശേഷങ്ങൾ, ഞങ്ങളുടെ ഓണം സെലിബ്രേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
നമ്മുടെ ഷോർട്സ് ഒക്കെ നമ്മൾ എല്ലാ 3 ദിവസത്തിനുള്ളിലെങ്കിലും ഇടാൻ നോക്കാറുണ്ട് അല്ലേ സാധാരണ എല്ലാ 3 ദിവസത്തിനുള്ളിൽ ഒരു ഷോർട്സ് വരാറുണ്ട്. അപ്പം വീഡിയോ നിങ്ങൾ കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അധികം ഇടാത്തത്. അതെ, നമുക്ക് ഫുൾ വീഡിയോസിന് എന്താ പറയുക വ്യൂ കുറവാണ്. പിന്നെ എന്താണെന്നറിയില്ല, നിങ്ങൾ തന്നെ പറയുക, കണ്ടിട്ട് പറയുക. അപ്പം ഹാപ്പി ഓണം എല്ലാവർക്കും. ബൈ ബൈ.